നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റ് ബൈ NCDC. ഗോദയിലെ വാക്പോര്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ കേസുകളുണ്ടെന്ന VSന്റെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി ഉമ്മൻചാണ്ടി. കേസുമായി കോടതിയെ സമീപിക്കുമെന്ന നിലപാടിൽ മാറ്റമില്ല. കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ 136 കേസുകൾ ഉന്നയിക്കുന്ന VS കേസുകൾ ഏതൊക്കെയെന്ന് പറയണം. LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുന്നത് ബാർ മുതലാളിമാർ മാത്രമെന്ന് മുഖ്യമന്ത്രിയുടെ ആക്ഷേപം. ചെക്ക് കേസുകൾ മുതൽ കൊലക്കേസുകൾ വരെ പ്രതികളായ സ്വന്തം മുന്നണിയിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് VS മിണ്ടാത്തത് എന്തെന്നും ഉമ്മൻചാണ്ടി. അതേസമയം കേസ് നടത്താൻ ഉമ്മൻചാണ്ടിയെ വെല്ലുവിളിച്ച് VS. തന്നോട് കേസ് പറഞ്ഞ പ്രമുഖർക്കുള്ളത് തോറ്റ ചരിത്രം. മുഖ്യമന്ത്രിക്ക് പ്രതിച്ഛായ നഷ്ടമായെന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയെന്നും പ്രതിപക്ഷ നേതാവ്. ഫലത്തിൽ കുറവ്. ഈ വർഷത്തെ SSLC വിജയശതമാനം 96.59. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2% കുറവ്. വിജയശതമാനം ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിലും കുറവ് വയനാട്ടിലും. 22,879 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+. 100% വിജയം നേടിയത് 1207 സ്കൂളുകൾ. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയതിൽ മുന്നിൽ മലപ്പുറം ജില്ല. കണക്കിന് ഏറ്റവും കൂടുതൽ D+ഉം ITക്ക് ഏറ്റവും കുറവ് D+ഉം ഈ വർഷത്തെ പ്രത്യേകത. മെയ് 4 വാരത്തോടെ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ എത്തിക്കുമെന്ന് DPI. മെയ് 23 മുതൽ 27 വരെ സേ പരീക്ഷ നടക്കും. ഇതിനായി 10 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് പകരം ചീഫ് സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിച്ചത്. പ്രതിഷേധങ്ങളുടെ സഭാതലം. വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ കലങ്ങിമറിഞ്ഞ് പാർലമെന്റ്. ഇടപാടിൽ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെന്ന സുബ്രഹ്മണ്യം സ്വാമിയുടെ ആരോപണത്തെ തുടർന്ന് രാജ്യസഭയിൽ ബഹളം. പരാമർശത്തിൽ പ്രതിഷേധിച്ച് നടുത്തളത്തിലിറങ്ങി കോൺഗ്രസ് പ്രതിരോധം. ആരോപണങ്ങളെ ഭയക്കുന്നില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. UPS സർക്കാർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ അഗസ്റ്റ്യ വെസ്റ്റ്ലാൻഡിനെ മോദി സർക്കാർ മേക്ക് ഇൻ ഇന്ത്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്തിനെന്ന് ഗുലാം നബി ആസാദ്. ഇടപാടിൽ സോണിയയ്ക്കെതിരെ തെളിവ് നൽകിയാൽ കടൽക്കൊലക്കേസിലെ ഇറ്റാലിയൻ നാവികരെ വിട്ടയക്കാമെന്ന് കേന്ദ്രവും ഇറ്റലിയുമായി രഹസ്യധാരണയെന്നും ആരോപണം. 3565 കോടിയുടെ കോപ്റ്റർ ഇടപാടിലെ അഴിമതി സ്ഥിരീകരിച്ച് ഇറ്റാലിയൻ കോടതിയുടെ വിധി വന്നത് കഴിഞ്ഞ ദിവസം. മിലാൻ കോടതി വിധിയിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരെ കുറിച്ചും പരാമർശം. ഉരുകുന്ന ഉഷ്ണവിധി. കത്തിക്കാളുന്ന വേനലിൽ കേരളം ഉരുകുമ്പോൾ ആശങ്കകൾക്ക് ആക്കം കൂട്ടി സംസ്ഥാനത്ത് ഭൂഗർഭജല നിരപ്പ് താഴുന്നതായി റിപ്പോർട്ട്. വടക്കൻ ജില്ലകളിൽ പലയിടത്തും ഭൂഗർഭജലം 3 മീറ്റർ വരെ താഴ്ന്നു. വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടേണ്ടി വരുമെന്ന് ഭൂജല വകുപ്പിന്റെ വിലയിരുത്തൽ. കുടിവെള്ള ദൗർലഭ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. അതേസമയം സംസ്ഥാനത്ത് ഇന്നും നാളെയും സൂര്യതാപത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2770 രൂപ. പവൻ 22,160 രൂപ. വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.